പൊന്നാപുരം കോട്ടയെന്ന് അവകാശപ്പെടാൻ മുസ്ലിം ലീഗിന് ഒരു മണ്ഡലമുണ്ടെങ്കിൽ അത് മലപ്പുറമാണ്. ഇത്തവണ കാറ്റ് മാറി വീശുമെന്ന് CPIM പറയുമ്പോഴും ലീഗിന് അത് ഏറ്റമട്ടില്ല. കോട്ട തകരില്ലെന്ന വിശ്വാസത്തിലാണ് നേതാക്കന്മാരും പ്രവർത്തകരും. കേരളത്തിലെ പ്രായം കുറഞ്ഞ ലോക്സഭാ മണ്ഡലങ്ങളിലൊന്നാണ് മലപ്പുറം. 2008 മണ്ഡല രൂപീകരണത്തോടെ രൂപം കൊണ്ട മലപ്പുറം ലോക്സഭാ മണ്ഡലം മഞ്ചേരിയായിരുന്നപ്പോഴും പിന്നീട് മലപ്പുറമായപ്പോഴും മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ട തന്നെ. ഉയർന്ന ഭൂരിപക്ഷത്തോടെ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥികൾ ജയിച്ചു വരുന്ന മണ്ഡലം. മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതും തീരുമാനിക്കുന്നതൊക്കെ അതിൻ്റെ അന്തിമ വാക്ക് വാണക്കാട് തങ്ങളാണ്. ഏതായാലും ഇപ്രാവശ്യത്തെ സീറ്റ് എന്തായാലും മുസ്ലിം ലീഗിനുണ്ടാകുമെന്ന് ഉറപ്പായിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം തങ്ങൾ പ്രഖ്യാപിച്ചു ഏറ്റവും ഉചിതനായിട്ടുള്ള ഒരു പുതുമുഖം ഇപ്രാവശ്യം സ്ഥാനാർത്ഥിയായി ഉണ്ടാകും. ആ ഒരു പ്രതീക്ഷയോടു കൂടിയാണ് മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നല്ലൊരു പ്രതിനിധിയായി രാജ്യസഭയിലേക്ക് മുസ്ലിം ലീഗിൻ്റെ ഉണ്ടാകും. മഞ്ചേരി മണ്ഡലമായിരുന്നപ്പോൾ 2004 തെരഞ്ഞെടുപ്പിൽ TK ഹംസയിലൂടെ ഇടതുപക്ഷം മണ്ഡലം പിടിച്ചെടുത്തിരുന്നു. ആ വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ഇത്തവണ CPIM-ഉം ഇടതുമുന്നണിയും. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ തിരിച്ചുപിടിച്ച മഞ്ചേരി പിന്നീട് മലപ്പുറമായത് മുതൽ ലീഗിനൊപ്പം നിന്നു. പക്ഷേ മലപ്പുറം പഴയ മലപ്പുറമല്ലെന്നാണ് CPIM പറയുന്നത്. ഈ വർഷവും ഇപ്പോൾ ഈ 2024 നടന്നിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിലും മലപ്പുറം ജില്ലയിലുള്ള മലപ്പുറവും അതുപോലെ തന്നെ പൊന്നാനി മണ്ഡലങ്ങളിലും വലിയൊരു വിജയപ്രതീക്ഷ തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. അത് യുവാവ് എന്നതിൻ്റെ ഭാഗമായിട്ടുള്ള വലിയൊരു കൂട്ടായ്മ അതിൽ രൂപപ്പെട്ടിട്ടുണ്ട് വസീഫിൻ്റെ ഭാഗമായിട്ട്. അതിനേക്കാൾ ഉപരി വ്യക്തിപരമായിട്ട് ഞാനൊക്കെ കാണുന്നത് നമ്മുടെ ആശയപരമായിട്ടുള്ള പോരാട്ടത്തിൽ ജനങ്ങൾക്ക് അവരുടെ ഒപ്പം നിൽക്കുന്ന അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നതിൽ മുൻതൂക്കം കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ഇടതുപക്ഷമാണ് എന്നൊരു ബോധ്യം അവർക്കുണ്ടായിട്ടുണ്ട്. കൊണ്ടോട്ടി, മഞ്ചേരി, പെരിന്തൽമണ്ണ, മങ്കട, മലപ്പുറം, വേങ്ങര, വള്ളിക്കുന്ന് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് മലപ്പുറം ലോക്സഭാ മണ്ഡലം. 7 ലീഗിന്റെ ഉറച്ച കോട്ടകൾ. പെരിന്തൽമണ്ണയിലും മങ്കടയിലും സ്വാധീനമുണ്ടെന്നാണ് CPIM അവകാശവാദം. 2019 പൊതു തെരഞ്ഞെടുപ്പിൽ 7 മണ്ഡലങ്ങളിലും PK കുഞ്ഞാലിക്കുട്ടിക്ക് ശക്തമായി ലീഡുണ്ടായിരുന്നു. 2.60 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് മലപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിക്ക് ലഭിച്ചത്. 2021 അബ്ദുൾ സമദ് സമദാനി ജയിച്ചെങ്കിലും ഭൂരിപക്ഷം 1.14 ലക്ഷത്തിലേക്ക് എത്തിക്കാൻ LDF-നായി. അതുകൊണ്ട് തന്നെ ശക്തനായ ET മുഹമ്മദ് ബഷീറിനെ സ്ഥാനാർത്ഥിയാക്കിയാണ് UDF മത്സരം കൊഴുപ്പിച്ചത്. BJPയുടെ കാര്യത്തിൽ വോട്ട് കുറഞ്ഞു വരുന്നതാണ് കാണുന്നത്. 2019 82,232 വോട്ട് നേടിയ BJPക്ക് 2021 68,935 വോട്ട് മാത്രമാണ് ലഭിച്ചത്. കേന്ദ്ര സർക്കാർ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് NDA സ്ഥാനാർത്ഥി ഡോക്ടർ അബ്ദുൽ സലാം ശക്തമായ മത്സരമാണ് നടത്തിയത്. വസീഫ് എന്ന യുവനേതാവിനെ ഇറക്കി ETയെ വീഴ്ത്തുക എന്നതാണ് ഇടതിന്റെ തന്ത്രം. സമസ്ത ലീഗ് തർക്കവും സാമുദായിക വോട്ടുകളിലെ വിള്ളലും തങ്ങൾക്ക് അനുകൂലമാകുമെന്നാണ് CPIM വിലയിരുത്തൽ. ഇത്തവണ സ്ത്രീകളെ അടക്കം ഇറക്കി ലീഗ് കളം നിറഞ്ഞപ്പോൾ യുവാക്കളുടെ കരുത്തിലാണ് വസീഫ് പ്രചരണം കൊഴുപ്പിച്ചത്.